ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് ബുദ്ധിമാനായ രാമൻ്റെ മറ്റൊരു കഥയാണ് കേട്ടോ. കഥയുടെ പേര് സ്വർണ്ണമാമ്പഴം. നമുക്ക് കഥ കേൾക്കാം. പണ്ട് പണ്ട് കൃഷ്ണദേവരായർ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മാമ്പഴങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അത് കഴിക്കാൻ സാധിക്കാതെ അമ്മ മരിച്ചുപോയ വിവരം രാജാവ് തൻ്റെ സദസ്സിലെ ബ്രാഹ്മണ ശ്രേഷ്ഠനോട് പറഞ്ഞു. ബ്രാഹ്മണ ശ്രേഷ്ഠൻ സ്വർണ്ണമാമ്പഴങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം നൽകാൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ ചെയ്താൽ രാജാവിൻ്റെ അമ്മയ്ക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട രാജാവ് അടുത്ത ദിവസം തന്നെ ബ്രാഹ്മണ ശ്രേഷ്ഠരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. അവർക്ക് വിഭവസമൃദ്ധമായ ഭോജനം നൽകുകയും അതിനുശേഷം സ്വർണ്ണമാമ്പഴം ദാനം നൽകുകയും ചെയ്തു. ഇതറിഞ്ഞ രാമന് ബ്രാഹ്മണ ശ്രേഷ്ഠൻ അത്യാഗ്രഹമൂത്ത് രാജാവിനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാമൻ അതേ ബ്രാഹ്മണരെ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും ഭോജനം നൽകുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ വീടിൻ്റെ പുറകുവശത്തേക്ക് അവരെ കൊണ്ടുപോയി. അവിടെ കമ്പികൾ ചുട്ടുപഴുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ബ്രാഹ്മണ ശ്രേഷ്ഠർ രാമനോട് ചോദിച്ചപ്പോൾ രാമൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ അമ്മയ്ക്ക് കലശലായ ഒരു രോഗം ബാധിച്ചിരുന്നു. അതിന് പ്രതിവിധിയായി വൈദ്യർ പറഞ്ഞത് കമ്പി പഴുപ്പിച്ച് അമ്മയുടെ കാലിൽ പൊള്ളിക്കണമെന്നാണ്. പക്ഷേ താൻ അത് ചെയ്യും മുൻപേ അമ്മ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ആത്മശാന്തി ലഭിക്കാൻ ഞാൻ നിങ്ങളുടെ കാലുകളിൽ ഈ കമ്പി ഉപയോഗിച്ച് പൊള്ളിക്കാം. ഇത് കേട്ടതും അവരെല്ലാം പേടിച്ചു വിറച്ചു. അവസാനം അവർ അവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞു. എന്നിട്ട് സ്വർണ്ണമാമ്പഴങ്ങൾ രാജാവിന് തിരിച്ചു നൽകി രാജാവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എല്ലാവരും പറയുന്നത് അതേപോലെ വിശ്വസിക്കാതെ നാം നന്നായി ചിന്തിച്ച് എന്തും ചെയ്യാവൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.